സന്തോഷ് പണ്ഡിറ്റ് കുറച്ചു കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു അല്ലേ? ഓക്കെ, വെൽക്കം വെൽക്കം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരുപോലെ ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രമാണ് നമുക്കുള്ളത് അല്ലേ? അതുപോലെ അത്യാവശ്യം വരുമാനവും അതും പറയണമല്ലോ നമ്മൾ എടുത്ത് പറയണം. അപ്പോൾ ഈ ശരിക്കും ഒരു റെഗുലേഷൻ ഇല്ല അല്ലെങ്കിൽ ലൈസൻസിങ് ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് ആളുകൾ നിലവിട്ട് പെരുമാറുന്നു എന്നൊക്കെ ആൾക്കാർ പരാതി പറയുന്നുണ്ട്. നാളെ ഒരു നിയന്ത്രണം അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ സർക്കാരൊക്കെ കേന്ദ്ര സർക്കാരിലൊക്കെ ചില ആലോചനയൊക്കെ ആ ഭാഗത്തുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സന്തോഷ് പണ്ഡിറ്റ് നിലപാട് എന്തായിരിക്കും? നിലവിൽ നിയന്ത്രണമില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 2000 തന്നെ ഒരു IT ആക്ട് ഉണ്ടല്ലോ. IT ആക്ട് ഉണ്ട്. അല്ല അതിൽ പറയുന്നുണ്ടല്ലോ. പക്ഷേ എന്റെ പല്ല് ഒഴിഞ്ഞു പോയി, അതിലൊരു പ്രധാന സാധനം പോയി. അത് ശരിയാണ്. 66A പോയിനെ കുറിച്ചായിരിക്കും സാർ പറയുന്നത്. പക്ഷേ ഇപ്പോഴും സെക്ഷൻ 66 എനിക്ക് തോന്നുന്നു 66C പ്രകാരം ഇപ്പോൾ വ്യക്തി അധിക്ഷേപം അല്ല ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ 3 വർഷം തടവും അല്ല ഇപ്പം നമുക്ക് തോന്നിയ പോലെ ഓരോരുത്തരെ കുറിച്ച് ഓരോന്ന് എഴുതി വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നിയമപ്രകാരം അങ്ങനെ വേണ്ടാത്ത വ്യക്തി അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ 3 വർഷത്തെ തടവൊക്കെ കൊടുക്കാനുള്ള നിയമമുണ്ട്. അതേപോലെ തന്നെയാണ് 66 എനിക്ക് തോന്നുന്നു 66E പ്രകാരം നമ്മൾ ആളുകൾക്കെതിരെ നമ്മൾ അവരെ പിന്തുടർന്ന് ഇതേപോലെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇതുണ്ടല്ലോ ഒരേ കാര്യം തന്നെ പേസ്റ്റ് ചെയ്തിട്ട് ഇന്ന് അവനെ തീർക്കും എന്ന് വരുന്ന ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വെരി സീരിയസ്. ഇതിവിടെയുള്ള ജനങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴേക്കും അത് പ്രചരിപ്പിക്കുക എന്നുള്ളൊരിത്. അപ്പോൾ നിലവിൽ നിയമങ്ങളുണ്ട്, നിയമങ്ങളില്ല എന്നല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ജനങ്ങൾക്ക് പലപ്പോഴും അറിയാതെ പോകുന്നുള്ളതാണ്. അതേപോലെ ഞാൻ പറഞ്ഞ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 300% ഈ ക്രൈം റേറ്റ് വർദ്ധിച്ചിരിക്കുകയാണ്. സൈബർ ക്രൈം എന്നുള്ളത് 300%. ഞാൻ ഉദ്ദേശിച്ചത് അന്ന് ഒരു 1000 ആണെങ്കിൽ ഇന്ന് 3 ലക്ഷമായി. അതായത് സൈബർ പരമായിട്ട് എന്നെ ഇതാക്കി അതുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുന്ന കേസുകൾ 300 ഇരട്ടി വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ നിലവിലുള്ള നിയമം ആളുകളെ വേറെ എന്തെങ്കിലും പുതിയ നിയമങ്ങൾ കൂടെ കൊണ്ടുവരും. യഥാർത്ഥത്തിലേ കുറെ കാലമായി സൈബർ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട് ആൾക്കാർ. ആൾക്കാരെ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ താർത്തുകളെ ഇപ്പൊ ടീച്ചറിനൊക്കെ അത് അനുഭവപ്പെട്ടു. സർ സിനിമയ്ക്ക് വരെ ചില നടന്മാരുടെ സിനിമ തകർക്കാൻ വേറെ ചില നടന്മാർ കേൾക്കുന്നുണ്ട്. പണ്ടിട്ട് ഇപ്പൊ എത്ര സിനിമ കഴിഞ്ഞു? ഞാനിപ്പോ എന്റെ 12ാമത്തെ സിനിമ കേരള ലൈവ് ആണ്. 13ാമത്തെ. ഈ സോഷ്യൽ മീഡിയയിലെ ആരാധക ലക്ഷങ്ങൾ കൊണ്ട് ഈ സിനിമയ്ക്ക് ഗുണമായോ? സർ ഞാൻ പറയുന്നു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അതിന് പ്ലസും മൈനസും ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലൈക്കും ഷെയറിനും ഒക്കെ പൈസയുണ്ട് അല്ല, അത് സാറിനും അറിയാലോ. അതായത് ഇപ്പോൾ യൂട്യൂബ് എന്നായാലും ഫേസ്ബുക്ക് എന്നായാലും നമുക്ക് അവരിടുന്ന കമൻസിനും ഇതിനുമുണ്ട്. പക്ഷേ അത് ചില ആളുകൾ അതിനെ തെറ്റിദ്ധരിക്കുന്നു. സാർ ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും അവർ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബ് അവരുദ്ദേശിക്കുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് അവരുദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇപ്പം നിങ്ങളെ ന്യൂസ് ചാനൽ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു വിഷയത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി, ശരിക്കും അതാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. അവരെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇത് ശരിയോ തെറ്റോ, ഇപ്പോൾ ഒരാൾ മരിച്ചു അതിൽ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്ത് ശരിയോ തെറ്റോ. പക്ഷേ നമ്മളെ നാട്ടിൽ ഇതിനെ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇത് മിസ്യൂസ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാർ അറിയാതെ സാർ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ കണ്ടോ ഭാര്യയുമായി അടി അല്ലെങ്കിൽ മറ്റവനായിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലും അല്ലെങ്കിൽ മറ്റുള്ളവരറിയാതെ അവരുടെ പ്രൈവസിയിലേക്ക് നേരെ കടന്നു ചെന്ന് വീഡിയോ എടുത്ത് അവർക്കിട്ട് പണി കൊടുക്കുക, ഇതൊക്കെ ശരിക്കും 5 വർഷം തടവ് കിട്ടേണ്ട കാര്യമാണ്. പക്ഷേ ഇതേപോലെ കാര്യങ്ങൾ ചെയ്ത് അവർ ലൈക്കും ഷെയറും വാങ്ങുമ്പോൾ യൂട്യൂബ് ഇത് പൈസ കൊടുക്കുന്നു. പക്ഷേ സാർ ഞാൻ വീഡിയോയും പറയുന്നു, പ്രശ്നം നമ്മളെ യൂട്യൂബേഴ്സ് അടക്കം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ പണം ഉണ്ടാക്കുന്നത് കഴിയുന്നതും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണ്. ഇപ്പൊ സാറിന് അതായത് ഞാൻ പറഞ്ഞ ചിലപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ചില ആൾക്കാർ വിശ്വസിക്കുന്നറിയോ പണ്ഡിറ്റിനെ തെറി വിളിക്കുന്ന ആൾക്കാരുടെ വരുമാനവും പണ്ഡിറ്റിനായിരിക്കും കിട്ടുക എന്ന് പറയുന്ന ചില ആൾക്കാർ പറയുന്നുണ്ട്. ഗൂഗിളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? സാർ അതിപ്പോ സന്തോഷ് പണ്ഡിറ്റിന് ചിലപ്പോൾ സാറിനും തെറി വെക്കുന്നുണ്ടാവാം. അല്ലെ എന്നെ തെറിയല്ല, നമ്മുടെ ഓഫീസിൽ നിന്ന് 5-6 ആൾക്കാർ രാജിവെച്ച് പോയപ്പോൾ ഇന്നലെ ഒരു മനുഷ്യൻ അയാൾ വേറൊരു കൊട്ടേഷൻ എടുത്തിരിക്കുക. കൊട്ടേഷൻ പാവം ശ്രീകണ്ഠൻ നായർ തനിച്ചായി. 600 പേര് വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ ഞാൻ തനിച്ചായി പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ഇയാൾക്ക് എന്ത് പറ്റി നോക്കുമല്ലോ. അപ്പോൾ ആരെങ്കിലും അബദ്ധം പറ്റി അങ്ങോട്ട് ചെന്നാൽ അതും റവന്യൂ. ഞാൻ പറയുന്നു ഇവിടുത്തെ ഒരു പ്രശ്നം ചിലർ മനസ്സിലാക്കുന്നത് എങ്ങനെയെങ്കിലും അവിടെയാണ് പ്രശ്നം. അപ്പോൾ അവിടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ എന്നും നിലനിൽക്കാൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ചത് 2011 ഇപ്പം നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണെങ്കിൽ ആ പോസ്റ്റിൻ്റെ പേരിൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്നു. പക്ഷേ 2011 സന്തോഷ് പണ്ഡിറ്റ് വന്ന കാലത്ത് അങ്ങനെ കൊടുത്തിരുന്നില്ല. അവർ കൊടുത്തിരുന്നത് വീഡിയോയ്ക്കാണ് കൊടുത്തിരുന്നത്. ഈ ഫേസ്ബുക്ക് ഒന്നും പോസ്റ്റിന് കൊടുത്തിരുന്നില്ല. ഇപ്പോൾ പോസ്റ്റിനും പൈസ കിട്ടാൻ തുടങ്ങി. പക്ഷേ അന്നും സാറിനെ നോക്കി അറിയാൻ പറ്റും. ഞാൻ പ്രണയ നിരീക്ഷണം, ഇൻ്റർനാഷണൽ നിരീക്ഷണം, നാട്ടിലെ എല്ലാ വിഷയങ്ങളും സാറിന് അറിയാം, എല്ലാ വിഷയത്തിലും ഞാനൊരു അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ അത് 2017-18 എത്തിയപ്പോഴേക്കും അതിനാണ് കണ്ടന്റ് ക്രിയേഷൻ. സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നതോട് ഞാൻ പറയല്ല, ഇത് കാണുന്ന ആളുകളോട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് ഡ്രസ്സ് ഇട്ടു അതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് ലൈക്കും ഷെയറും കിട്ടി, ഇനി അത്ര ആളുകൾ പരിപാടി അവസാനിപ്പിക്കേണ്ടി വരും. ഒരുപാട് സ്കോപ്പില്ല അല്ലേ
സാർ ഇനി അങ്ങോട്ട് സ്കോപ്പില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഇവിടെ ഇപ്പോഴും അത് മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. അവർ വിചാരിക്കുന്നത് ഏതോ ഒരാൾ കഷ്ടപ്പെട്ട് എഴുതിയ പാട്ട്, സാർ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, അത് വെറുതെ ചുമ്മാ നമ്മൾ വായിട്ടണക്കിയാൽ നമുക്ക് പൈസ കിട്ടിയെന്നാണ്. ആ കാലം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പൈസ കിട്ടണോ, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.